ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചന നൽകിക്കൊണ്ട് ഇറാൻ അമേരിക്ക സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആകാശത്ത് മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയും സമുദ്രത്തിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യം കേവലം ആയുധങ്ങളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് വിവരശേഖരണത്തിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും വലിയൊരു പോരാട്ടം കൂടിയാണ്. യുദ്ധഭൂമിയിൽ ആര് വിജയിക്കുന്നു എന്നതിനേക്കാൾ ലോകത്തിനു മുന്നിൽ ആര് വിജയിയായി കാണപ്പെടുന്നു എന്നതിനാണ് ഇന്നത്തെ കാലത്ത് പ്രാധാന്യമെന്നാണ് റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ ഈ യുദ്ധത്തിന്റെ മനോവിജ്ഞാനപരമായ തലങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലിയുടെ വാക്കുകൾ പ്രകാരം അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഇറാന്റെ സൈനിക ശേഷിയെ വലിയ തോതിൽ തകർത്തിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ 90% കുറഞ്ഞുവെന്നും അവരുടെ ഉൽപാദന സൗകര്യങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു എന്നുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ വെറും കണക്കുകൾക്കപ്പുറം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കൻ സൈന്യത്തെയും ശക്തരായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ നഗരങ്ങളാണ്. പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത ഈ ഭൂഗർഭ കോട്ടകൾ തകർക്കുക എന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത്ര എളുപ്പമല്ല. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പ്രകാരം യുദ്ധം ട്രംപ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് പോലെ 2-3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കില്ല. ഇറാന്റെ വിപുലമായ തുരങ്ക ശേഖരണങ്ങളിലും ഗുഹകളിലും ഒളിപ്പിച്ചിരിക്കുന്ന മിസൈൽ ലോഞ്ചറുകളും ആയുധങ്ങളും വ്യോമാക്രമണങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ്. മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് ആക്രമണം നടത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ അവ ഒളിത്താവളങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഇറാന്റെ തന്ത്രം ശത്രു സൈന്യത്തെ കുഴപ്പിക്കുന്നുണ്ട്. സമുദ്രരംഗത്തെ സംഘർഷവും ലോക സമ്പദ് വ്യവസ്ഥയെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. ഇറാന്റെ പരമ്പരാഗത നാവികസേനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും റവല്യൂഷണറി ഗാർഡിന്റെ അതായത് IRGC പ്രത്യേക വിഭാഗം ഇപ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ചെറിയ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഈ പാത തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിക്കും. 150-ലധികം ഇറാനിയൻ കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു എന്ന് സെൻട്രൽ കമാൻഡ് പറയുമ്പോഴും ഇറാന്റെ പ്രതിരോധ ശേഷി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്നതാണ് വസ്തുത. ഇറാന്റെ ഈ അസിമെട്രിക് അല്ലെങ്കിൽ അസമത്വ യുദ്ധ രീതികൾ ലോകത്തിന്റെ പരമ്പരാഗത സൈനിക സങ്കല്പങ്ങളെ തന്നെ തിരുത്തി കുറിക്കുന്നതാണ്. ചെറിയ ഡ്രോണുകളും സൈബർ ശൃംഖലകളും ഭൂഗർഭ താവളങ്ങളും ഉപയോഗിച്ച് ഒരു രാജ്യം എങ്ങനെ വൻ ശക്തികളെ പ്രതിരോധിക്കുന്നു എന്നത് ലോകം വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതൊരു പാണ്ടോറ ബോക്സ് തുറന്നതുപോലെയാണ്. ഒരിക്കൽ പുറത്തു വന്ന ഈ യുദ്ധതന്ത്രങ്ങൾ വരും കാലത്ത് ഏതൊരു ചെറിയ രാജ്യത്തിനും വൻ ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസം നൽകും. ഇത് ആഗോള സുരക്ഷയ്ക്ക് പുതിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനേക്കാൾ പ്രധാനം ഇത് തുറന്നുവിട്ട പുതിയ തന്ത്രങ്ങൾ വരും കാല ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതാണ്. അമേരിക്ക വിജയങ്ങൾ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഭൂഗർഭ കോട്ടകളും അദൃശ്യമായ സൈബർ ശൃംഖലകളും ഈ പോരാട്ടത്തെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സങ്കീർണമായ പ്രതിസന്ധിയാക്കി മാറ്റുന്നുണ്ട്. എന്തായാലും സമാധാനത്തിന്റെ വാതിലുകൾ അടയുകയും പുതിയ യുദ്ധമുറകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യം ലോകത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും.